ഈ ചരിത്ര പഠനങ്ങൾ 2016 ക്യാപിറ്റൽ ഇൻ്റർനാഷണൽ പബ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ കാലിക്കറ്റിലെ ഒരു സ്ഥാപനം എൻ്റെ പ്രബന്ധങ്ങളും പ്രധാനപ്പെട്ട ആമുഖങ്ങളും ഇതെല്ലാം കൂട്ടി എൻ്റെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു പുസ്തകങ്ങൾ എല്ലാം കൂടിയിട്ട് ഏതാണ്ട് 900 പേജിലുള്ള ഒരു പുസ്തകം കൊണ്ടുവന്നിരുന്നു. ആ പുസ്തകത്തിൻ്റെ ഒരു പ്രധാനം, ഞാൻ ആദ്യകാലത്ത് എഴുതിയ ജൈനധർമ്മം, അതായത് തെയ്യവും മറ്റും ചെയ്യുന്ന ഗവേഷണത്തിൻ്റെ അവസരത്തിൽ മതങ്ങളെ പറ്റിയിട്ട്. കാരണം ജൈനമതത്തിൻ്റെ പല അവശിഷ്ട സ്വഭാവങ്ങളും, തലമുണ്ടനം ചെയ്യുക, വെജിറ്റേറിയനായിട്ട് ജീവിക്കുക, അന്തിത്തിരിയ കൊടക്കാരൻ, ഇങ്ങനെയുള്ള പലതിലും അവരുടെ ഗർഭപാത്രത്തിൻ്റെ ആരാധന, ഇതിലെല്ലാം കൂടിയിട്ട് കാണാവുന്ന സമയത്ത്, പഠനം നടത്തുന്ന സമയത്തായിരുന്നു ഈ ജൈനധർമ്മത്തിലേക്ക് ഞാൻ പോയത്. പല പഠനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ജൈനധർമ്മത്തിനെ പറ്റിയിട്ട് ഒരു പഠനം നടത്തുകയും ആ പഠനത്തിലേക്ക് നയിച്ചുകൊണ്ടാണ് ജൈനധർമ്മത്തിൻ്റെ പ്രധാന രൂപങ്ങൾ എന്താണ്, അത് പിന്നീട് തന്നെ ഭഗവതിക്കാവുകളും ബാക്കിയുള്ളതിലും ഈ ഭഗവതിമാരെങ്ങനെ ജൈന യക്ഷിമാരിൽ നിന്നും മറ്റും വന്ന പഠന ഗവേഷണങ്ങളിലേക്ക് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എൻ്റെ ചെറിയ ചെറിയ പുസ്തകങ്ങളിൽ ആ പുസ്തകങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഗ്രന്ഥം ചരിത്ര പഠനങ്ങളെന്ന് പറയട്ടെ. കേരള ചരിത്രം പുതിയ മാനങ്ങളിൽ, ജൈനധർമ്മം, പിന്നെ KM പണിക്കരെ പറ്റിയിട്ട് മറ്റുള്ള പ്രബന്ധങ്ങൾ, കേരളത്തിലെ നികുതി ഭരണം, അന്ന് ഞാനത് ചെറിയ ലേഖനങ്ങളായിട്ട് ഭരണയന്ത്രം എന്ന് പറഞ്ഞ വില്ലേജ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു മാസിക ഉണ്ടായിരുന്നു, അതിൽ കൊടുത്ത ലേഖനങ്ങളാണ് കേരളത്തിലെ നികുതി ഭരണം. അതുപോലെ തന്നെ മറ്റൊരു പുസ്തകമാണ് സമൂഹം, ചരിത്രം, സംസ്കാരം. ഇത് ഗാന്ധിജി യൂണിവേഴ്സിറ്റിയിൽ നോൺ ഡീറ്റെയിലായിട്ട് വെച്ചിട്ടുള്ളതാണ്. അതിൽ വീരക്കല്ലുകൾ തുടങ്ങിയിട്ടുള്ള ലേഖനങ്ങളുണ്ട്. സമൂഹം, ചരിത്രം, സംസ്കാരം. അതുപോലെ തന്നെ ഇന്ത്യൻ നവോത്ഥാനത്തിനൊരാമുഖം, ഇന്ത്യയിലെ നവോത്ഥാന പ്രസ്ഥാനം എന്ന് തുടങ്ങി അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്, ലക്ഷ്യങ്ങൾ എന്താണ്, ഈ നിലയിലുള്ളതെന്ന്. അതുപോലെ തന്നെ സൗമേന്ദ്രനാഥ് ടാഗോർ മലബാർ കലാപത്തിനെ പറ്റിയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് പുസ്തകം ലണ്ടനിൽ നിന്ന് ഞാൻ പകർത്തിയെടുത്തിട്ടുള്ള ഇംഗ്ലീഷ് പുസ്തകം, മലബാറിലെ കാർഷിക കലാപം എന്ന് പറയുന്ന പുസ്തകം, അത് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നീട് കേരള ചരിത്ര പഠനങ്ങൾ, പുതിയ മാനങ്ങളല്ല, കേരള ചരിത്ര പഠനങ്ങൾ, EMSും മറ്റും ചെയ്തിട്ടുള്ള പഠനങ്ങൾ. അതിൽ തന്നെയുള്ള ഒരു പുസ്തകമാണ് അറക്കൽ രാജവംശം എന്ന് പറയുന്നൊരു പുസ്തകം, മധ്യകാലീനമായ. ആ പുസ്തകം ഇംഗ്ലീഷിലും വന്നിട്ടുണ്ട്, മലയാളത്തിലും വന്നിട്ട്. അറക്കൽ രാജവംശത്തെ പറ്റിയിട്ട് സ്കാറ്റേർഡ് റെഫറൻസ് മാത്രമേ നമുക്കുള്ളൂ. അതായത് അവിടെ ഇവിടെയുള്ള രേഖകളിൽ കിട്ടുന്ന ഇതും അവരുടെ ചില ഗ്രന്ഥവരികൾ, ഇതല്ലാതെ വേറെ രേഖകൾ കിട്ടാൻ, അവരെ ലക്ഷദ്വീപ് സംബന്ധിക്കുന്ന കത്തിടപാടുകൾ, അതായത് ലക്ഷദ്വീപുകൾ എങ്ങനെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു എന്നുള്ള അതിനെപ്പറ്റി ശ്രദ്ധേയമായിട്ടുള്ള പല രേഖകളും ന്യൂഡൽഹി ആർക്കൈവ്സിൽ നിന്ന് എനിക്ക് നേടുവാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ആലിരാജവംശം എന്ന ഒരു പുസ്തകം മലയാളത്തിലും അതേ സമയത്ത് തന്നെ അത് ഇംഗ്ലീഷിൽ കൊണ്ടുവരികയുണ്ടായി. അതിൽ ആലിരാജവംശം മലയാളത്തിലുള്ള ആ പുസ്തകം ഈ കേരള ചരിത്ര പഠനങ്ങളിൽ ഉൾക്കൊള്ളിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവരെ പ്രിൻസസ് എന്തായിരുന്നു, ബുഷോം എന്ന് പറയുന്ന, ജനീവ് ബുഷോം എന്ന് പറയുന്ന ഒരു ഫ്രഞ്ചുകാരി പോർച്ചുഗീസ് രേഖകളും അന്ന് രാജാവല്ല, ആലി മർച്ചൻ്റ് പ്രിൻസും ഉപയോഗിച്ചിരുന്നതിനെ പറ്റി അവരും അതേ കാലത്ത്, ഞാൻ എഴുതുന്ന 1976 അവരും ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു. അവരുപയോഗിച്ചത് മുഴുവൻ പോർച്ചുഗീസ് രേഖകളാണ്. ഞാൻ ഉപയോഗിച്ചത് ഇംഗ്ലീഷ് രേഖകളും ഡച്ച് രേഖകളുമാണ്. ഈ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ആദ്യകാലത്തെ ഞാൻ പരാമർശിച്ചില്ല. രണ്ടാം കാലഘട്ടത്തിലുള്ള ഇവരുടെ വളർച്ചയും കോലത്തിരി രാജാവുമായിട്ടുള്ള ഏറ്റുമുട്ടൽ, ഹൈദരാലിയെ ഇവർ ക്ഷണിച്ചു കൊണ്ടുവരൽ, ഇതെല്ലാം പ്രതിപാദിക്കുന്ന. പിന്നീട് ഇവർ ഫോർട്ട് സെൻ്റ് ആഞ്ചലോ കോട്ട ഡച്ചുകാരിൽ നിന്ന് വിലക്ക് വാങ്ങുകയും ആ സെൻ്റ് ആഞ്ചലോ കോട്ട പിന്നീട് ഇംഗ്ലീഷുകാർ 1790കളിൽ പിടിച്ചടക്കുകയും ചെയ്യുന്നതെല്ലാം തന്നെ എൻ്റെ ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കോട്ട വാങ്ങിയത് കൊണ്ട് തന്നെയാണ് ഒരു കണ്ടോൺമെൻ്റ് ഏരിയ ആയിട്ടുള്ള കണ്ണൂർ
വന്നിട്ടുള്ളത്. ആ ഒരു കണ്ടോൺമെൻറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇന്നും അവിടെ ഒരു മിലിറ്ററി സങ്കേതമാണ്. ആ മിലിറ്ററി സങ്കേതം 1790-കൾ മുതൽക്കാണ് ആരംഭിച്ചത്. ഈ കണ്ടോൺമെൻറ്റ് വിട്ടുകിട്ടുവാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഭരണം മാറി ഇന്ത്യൻ ഭരണം സ്വതന്ത്രമായ അവസരത്തിൽ ഇവർ എഴുത്തുകുത്തുകൾ നടത്തുകയുണ്ടായി ഹോം ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട്. ആ ഫയലുകളിലെ എനിമി പ്രോപ്പർട്ടി കോൺഗേർഡ് ടെറിട്ടറിയാണ്, അത് മടക്കി കൊടുക്കുവാൻ അവകാശമില്ലാത്ത നിലയിൽ ഇന്ത്യ ഗവൺമെൻറ് തള്ളുകയും അങ്ങനെ മിലിറ്ററിയുടെ കേന്ദ്രമായിട്ട് ഇന്നും കണ്ണൂർ നിലനിൽക്കുന്നു. ഈ ചരിത്ര സംഭവങ്ങളെയും ലക്ഷദ്വീപുകൾ 16-ാം നൂറ്റാണ്ടിൽ ഇവരെങ്ങനെ പിടിച്ചടക്കി എന്നും ആ പിടിച്ചടക്കിയിൽ ഇവരുടെ രാജകീയമായിട്ടുള്ള അവകാശങ്ങളെ ബ്രിട്ടീഷുകാർ 1909 പിടിച്ചെടുക്കുന്നതുമായിട്ടുള്ള ലക്ഷദ്വീപിൻ്റെ പിടിച്ചെടുക്കൽ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററും എല്ലാം അതിലുണ്ട്. ഇന്ന് പല വിദ്യാർത്ഥികളും ആലിരാജാവിനെ പറ്റി പറയുമ്പോൾ ഈ പുസ്തകം നോക്കുന്നത്, പക്ഷേ അവർ ആലിരാജാവിൻ്റെ വാണിജ്യപരമായിട്ടുള്ള രേഖകൾ പരിശോധിക്കുവാനോ അല്ലെങ്കിൽ പൂനെയിലെ പൂന ഏരിയ ആർക്കൈവ്സിലെ പേപ്പേഴ്സ് നോക്കാനൊന്നും അവരിന്ന് മുന്നോട്ട് പോകുന്നില്ല എന്നതാണ് സങ്കടകരമായ ഒരു അവസ്ഥ. പിന്നെ ഈ കാസർഗോഡ് താലൂക്കിലെ ഭൂബന്ധങ്ങളെ പഠിക്കുമ്പോഴാണ് അവിടുത്തെ സ്വാതന്ത്ര്യ സമരവും ദേശീയ പ്രസ്ഥാനവുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയിട്ടുള്ള സ്വാതന്ത്ര്യ സമരം കാസർഗോഡ് താലൂക്കിൽ എന്ന് പറയുന്ന ഹൂ ഈസ് ഹൂ എന്ന് പറയുന്ന ഒരു പുസ്തകം. ആ ഹൂ ഈസ് ഹൂ എന്ന് പറയുന്ന പുസ്തകം ഉണ്ടാക്കാൻ ഓരോ ഭടന്മാരെ പറ്റി, ഓരോ സ്വാതന്ത്ര്യ സമര ഭടന്മാരെ പറ്റി ജീവചരിത്ര കുറിപ്പുകളും ഫോട്ടോകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പുസ്തകവും ഏറ്റവും ഇതായിട്ടുള്ള ഒരു പഠനവും ഞാൻ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പുസ്തകമാണ് സ്വാതന്ത്ര്യ സമരം കാസർഗോഡ് താലൂക്കിൽ. അതിൽ ഞാൻ എഴുതിയ ആമുഖമാണ് ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതുപോലെ ബെർലിനിലും അതുപോലെ തന്നെ ലൂവെയിനിലും യൂറോപ്യൻ യൂണിവേഴ്സിറ്റികളിൽ ഞാൻ അടിമ വ്യാപാരത്തെ പറ്റിയിട്ട് ഭൂപരിഷ്കരണത്തിൻ്റെ ഐഡിയോളജിയെ പറ്റിയിട്ട് എല്ലാം എഴുതിയിട്ടുള്ള പ്രബന്ധങ്ങൾ അതും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ചരിത്ര പഠനങ്ങൾ എന്ന് പറയുന്ന പുസ്തകങ്ങൾ. അപ്പോൾ ഇപ്പോഴത്തെ സമകാലിക ദേശീയതയും കർഷക സമരങ്ങളും, ആ ദേശീയതയും കർഷക സമരങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ മാത്രമല്ല, എൻ്റെ യൂറോപ്യൻ സ്റ്റുഡൻസ്, ഡച്ച് സ്റ്റുഡൻസ്, ആംസ്റ്റർഡാമിൽ നിന്ന് വന്ന ഡിക്കോയിമെൻ്റെ സ്റ്റുഡൻസുകൾ അവരെ ഡോക്ടറാത്ത സ്റ്റഡീസിന് വേണ്ടി ചെയ്ത ഫീൽഡ് വർക്കിൻ്റെ ഒപ്പം ഞാനും ചില പ്രവർത്തനങ്ങൾ ചെയ്തു. അവർ ബെർത്തേമ, ലെൻഡ് എന്ന് തുടങ്ങിയിട്ടുള്ളവർ മരുമക്കത്തായെ പറ്റിയിട്ടും എല്ലാം തന്നെ ചെയ്ത പഠനങ്ങൾ ഇതെല്ലാം തന്നെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചരിത്രം എങ്ങനെയാണ്, പുതിയ നൂറ്റാണ്ടിലെ ചരിത്രത്തിൻ്റെ രചനാ രീതി എന്താണ്, ആ വളർന്നു വന്നിട്ടുള്ളൊരു പുതിയ രീതിയാണ് വാമൊഴി ചരിത്രം. അതിനെപ്പറ്റി പ്രത്യേക ഒരു പുസ്തകമുണ്ട്, ഞാൻ അതിനെപ്പറ്റി പിന്നീട് സംസാരിക്കുന്നതായിരിക്കും.